എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം മുഴുവൻ ഫുൾ നുണകളുടെ മുകളിൽ ഇങ്ങനെ കെട്ടിപ്പടുത്തിയൊരു ജീവിതമായിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും ഇവരിപ്പോൾ എല്ലാതും മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങളായിരിക്കും. ഇതിനകത്ത് ഒരു 6-7 എപ്പിസോഡുണ്ട്. ഇതിനകത്ത് പാർട്ട്ണറിന്റെ കാര്യങ്ങൾ എക്സാമ്പിൾ ആയിട്ട് കുറേ വീഡിയോസിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു പാർട്ട്ണർ എങ്ങനെ ആയിരിക്കും, NPD ഉള്ള ഒരു പാർട്ട്ണർ എങ്ങനെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പുള്ളിക്കാരത്തി സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ഇതിനകത്ത് ആരുടെയും പേര് പറയുന്നില്ല, ഇത് ഈ പറയുന്ന വ്യക്തി ഉദ്ദേശിച്ചിട്ടാണ് എന്നുള്ള കാര്യം രീതി പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അറിയാമല്ലോ, കാര്യം എന്തായാലും ബാലയും എലിസബത്തും തമ്മിൽ ഒരു വിഷയവുമില്ലാതെ പിരിയത്തില്ലേ, എന്തെങ്കിലും റീസൺ കാണുമല്ലോ. ഓക്കെ, പിന്നെ പല കാര്യങ്ങളും പറയാൻ പേടിച്ചിട്ടായിരിക്കും മിണ്ടാത്തത്, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ലൈഫെങ്കിലും ബാല നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഓരോ പ്രശ്നങ്ങളിലോട്ട് ചെന്ന് വീണ്ടും സ്വന്തമായിട്ട് കുഴിയിലോട്ട് ചെന്ന് ചാടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്തായാലും ബാലയ്ക്കും കോകിലയ്ക്കും നമുക്ക് നല്ലത് വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.